ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മള് ഇതുവരെ പഠിച്ചത് മുഴുവൻ ഒന്ന് ഡിസ്കസ് ചെയ്യാമല്ലേ? നമ്മുടെ EVS-ല് നമ്മള് ഫസ്റ്റ് എന്താണ് പഠിച്ചത്? ഏറ്റവും ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? അബൌട്ട് മീ അല്ലേ? അതായത് സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ലേ? നമ്മളെ കുറിച്ച് പറയാൻ വേണ്ടിയാ നമ്മൾ പഠിച്ചതല്ലേ? ആരാ ഇപ്പൊ ആദ്യം ഒന്ന് നന്നായിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാ? ഓക്കേ ഏബൽ ജിയോ മോനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ഏബൽ. ഓക്കേ, ഒന്ന് നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. ഓക്കേ. I go to school at 24. Okay. 5 years old. 3 years old. 4 years old. I go to school. Right? I will tell you now. Missine നോക്കി പറ. I will tell you now. ഓക്കേ ബെൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ് ആരാ പറയാന്ന് ചോദിക്കുമ്പോ ഏബൽ കൈ പൊക്കാതിരുന്നത്? മടിയായിട്ടാണോ കൈ ഉയർത്താതിരുന്നത് ഏബൽ? ആരാ പറയാന്ന് ചോദിക്കുമ്പോ ചാടിക്കയറി പറയണ്ടേ ഞാൻ പറയാന്ന്. ഓക്കേ അപ്പോ എല്ലാവരും കൈ താഴ്ത്തിക്കോ. ഓരോരുത്തരോടായിട്ട് ചോദിക്കാട്ടോ. ഇനിയിപ്പോ ഫാത്തിമ സിദ്ദീഖ് മോള് പറഞ്ഞേ മോളെ, ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മോളെ. Fatima. I'm 4 years old. I go to Tulane English Medical School. I live in Pulinga. ഓക്കേ അപ്പോ ഫാത്തിമ സിദ്ദീഖ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. I am Fatima Siddiq. I am 4 years old. I go to True Light School. I live in Pulingam അല്ലേ? ഓക്കേ ഫാത്തിമ ജാബിർ എവിടെ പോയി മോളെ? ഫാത്തിമ വീട്ടിലിരുന്നേ ഫാത്തിമ. ഓക്കേ ഫാത്തിമ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ മോളെ. അൺമ്യൂട്ട് ചെയ്തേ. I am Fatima Jabir. ഓക്കേ 4 years old. ഓക്കേ I go to Tulane English School. ഓക്കേ I live in Padiyotchan. Okay, very good. I am Fatima Jabir. I am 4 years old. I go to True Light School. I live in Padiyotchan. അല്ലേ? നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇനി ആരാ പറയുന്നത്? ഫാത്തിമ മെഹറിൻ. Why are you sleeping, Fatima? Unmute ചെയ്തേ മോളെ. ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഒന്ന് നന്നായിട്ട്. അടിപൊളി ഉടുപ്പാണല്ലോ ഫാത്തിമ. I am Fatima Meherin. I go to Toilet School. I live in Pattuam. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ മോളെ. ഇനി ആരാ പറയുന്നത്? ഇനിയിപ്പോ എയ്തൻ തോമസ് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മോനെ. എയ്തൻ വേഗം അൺമ്യൂട്ട് ചെയ്യൂ. എയ്തൻ തോമസ് അൺമ്യൂട്ട് ചെയ്ത് മോനെ. I am Aiden Thomas. ഓക്കെ I want to play in Pulinga. Okay, Aiden Thomas. I'm 4 years old. I go to True Light School. I live in Pulingam അല്ലേ? Okay, very good. ഇനി ഏബൽ സിൻഡോ നന്നായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഏബൽ സിൻഡോ അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഏബൽ സിൻഡോ. Okay, Ivan Joseph.
അവിൻ ജോസഫ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. നന്നായിട്ട് പറയും, നല്ല മോനായിട്ട് വേഗം പറ. ഓക്കെ ഐവിൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഐവിൻ. ഇനി ആരാണ് പറയാൻ പോകുന്നത്? ഓക്കെ ഷഹൽ കയ്യേർത്തിട്ടുണ്ട് അല്ലെ? ഷഹൽ വേഗം പറയും. ഷഹൽ അൺമ്യൂട്ട് ചെയ്തിട്ട്. I am 4 years old. I go to that school. I live in Peringa. ഓക്കെ വെരി ഗുഡ്. നന്നായിട്ടുണ്ട് കേട്ടോ ഷഹൽ. മുടി മൊട്ടയടിച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓക്കെ ഇനി അപ്പോ നമ്മൾ ആദ്യം സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു അല്ലെ? എല്ലാവരും നന്നായിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു അല്ലെ? ഇനിയിപ്പോ പേരൻസിന്റെ ഹെൽപ്പ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം നമുക്കല്ലേ? നമ്മള് കുറെ നാളായി LKG തന്നെ പഠിക്കാണ് അല്ലേ? ആരാണ് ഏബൽ സിൻഡോ? അൺമ്യൂട്ട് ആകുന്നില്ലേ മോനെ? ഓക്കെ 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 ആദ്യം നമ്മള് നമ്മുടെ EVS-ല് ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പഠിച്ചത്? ലേൺ അബൌട്ട് അവർ ബോഡി പാർട്സ് അല്ലേ? ബോഡി പാർട്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? നമ്മുടെ ബോഡിയിൽ ഒരുപാട് പാർട്സ് ഉണ്ട്, അതിന്റെയൊക്കെ പേരാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ആരാണ് ബോഡി പാർട്സ് നന്നായിട്ടൊന്ന് ആദിശ്രീ നന്നായിട്ടൊന്ന് ബോഡി പാർട്സ് എല്ലാം ടച്ച് ചെയ്തിട്ട് എല്ലാ ബോഡി പാർട്സും കാണിച്ചു. ഓക്കെ നോസ് ആണോ അത്? ഓക്കെ ഇയർ. നോസ്. മൗത്ത്. neck. hand. finger. പിന്നെ stomach. okay 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 very good. head, eyes, nose, ear, mouth, neck, stomach, hand, leg and foot അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ബോഡി പാർട്സ് അല്ലേ? ഓക്കെ ഓക്കെ ആദിശ്രീ വെരി ഗുഡ്. റഫാൻ, മുഹമ്മദ് റഫാൻ, sketch your body parts and show them your body parts, Rafan. Okay. 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 Okay, Rafan, നന്നായിട്ടുണ്ട്. ഇനി ആരാണ് ചെയ്യാൻ പോണത് ബോഡി പാർട്സ്? നിറ്റാഷ, മോളെ നിറ്റാഷ നന്നായിട്ടൊന്ന് ബോഡി പാർട്സ് എല്ലാം ടച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തേ എല്ലാവർക്കും. Head, nose, eyes, mouth. Touch your body parts, Nitasha. Touch your body parts. Head,
Okay. Yeah. മോള് ടച്ച് ചെയ്തോ. Yeah. Eyes. Nose. Mouth. Neck. Stomach. Stomach. Hand. Finger. ലെഗ് പറ. Leg. Foot അല്ലേ? കൂട്ട് പറ. ഓക്കെ നിറ്റാഷ, നന്നായിട്ടുണ്ട്. ഇന്നെന്താണ് മടിയാണോ നിറ്റാഷ? ഇന്നൊരു മൂഡില്ലല്ലോ നിറ്റാഷ. മഴയായതുകൊണ്ടാണോ എല്ലാവർക്കും? നല്ല തണുപ്പാണ്, നല്ല മഴയാണല്ലേ? ഓക്കെ ഓക്കെ. ഉമർ, ഉമർ എല്ലാ ബോഡി പാർട്സും ഒന്ന് ടച്ച് ചെയ്ത് കാണിച്ച് ഉമർ, നന്നായിട്ട്. ഓക്കെ ഓക്കെ. ഇയർ എവിടെ ഉമർ? ഇയർ ആ Look at me, ഉമർ. ഇങ്ങോട്ട് നോക്കൂ ഉമർ, ഇങ്ങോട്ട് നോക്കി നന്നായിട്ട് പറയ്. ഓക്കേ, വേഗം. സ്റ്റൊമക്ക് ഏതാണ്? സ്റ്റൊമക്ക് ഏതാണ്? ഹാൻഡ്. ഓക്കേ ഓക്കേ. hand, finger, leg and foot അല്ലേ? Okay. Head, eyes, ear, nose, mouth, hand, finger and stomach, leg and foot അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ബോഡി പാർട്സ് അല്ലേ? അപ്പൊ നമ്മൾ ആദ്യമായിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പഠിച്ചു അല്ലേ? അബൌട്ട് മീ അല്ലേ? നമ്മളെ കുറിച്ച് പറയാൻ വേണ്ടി പഠിച്ചു. അൻവിത, വാട്ട് ആർ യു ഡൂയിങ് ദേയോ? അവിടെ ഇരിക്കുക അൻവിത. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ബോഡി പാർട്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ? നമുക്ക് ഒരുപാട് ബോഡി പാർട്സ് ഉണ്ട്, നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചു അല്ലേ? കീപ്പിംഗ് ക്ലീൻ അല്ലേ? നല്ല ക്ലീൻ ആയിരിക്കാൻ വേണ്ടി നമ്മള് എന്തൊക്കെ ചെയ്യണമെന്ന് പഠിച്ചു അല്ലേ ഇഷാനി? നല്ല നീറ്റ് ആയിരിക്കാൻ വേണ്ടി, ക്ലീൻ ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇഷാനി? Brush our teeth, wash our hands, bath every day, trim our nails, comb our hair, wear clean clothes. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കണം അല്ലേ? നല്ല ക്ലീൻ ആയിട്ട് വേണം നമ്മൾ എപ്പോഴും ഇരിക്കാൻ. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റേ ഹെൽത്തി ആയിരിക്കുള്ളൂ അല്ലേ? ഹെൽത്തി ആയിരിക്കണമെങ്കിൽ, സ്ട്രോങ് ആയിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നല്ല നീറ്റ് ആയിട്ട് ഇരിക്കണം അല്ലേ? ഓക്കെ. അപ്പോ we must keep ourselves clean. We must brush our teeth അല്ലേ? How to brush your teeth? Show me how to brush. എങ്ങനെയാ ബ്രഷ് ചെയ്യാ? എല്ലാവരും കാണിച്ച് എങ്ങനെയാ ബ്രഷ് ചെയ്യാന്ന്. ആദിഷ്, how to brush? Listen, എങ്ങനെയാ ബ്രഷ് ചെയ്യാ? That is okay. Okay, brush your teeth അല്ലേ? നന്നായിട്ട് ബ്രഷ് ചെയ്യാ. Okay, then wash our hands അല്ലേ? കൈകൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വാഷ് ചെയ്യണം അല്ലേ? ഇങ്ങനെ വാഷ് ചെയ്യണം, ഇങ്ങനെയും വാഷ് ചെയ്യണം. എങ്ങനെയൊക്കെ വാഷ് ചെയ്യണം? നന്നായിട്ട് വാഷ് ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ കൈയൊക്കെ നീറ്റ് ആയിരിക്കുള്ളൂ അല്ലേ? നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ what happen? When we eat foods അല്ലേ? ഭക്ഷണം കഴിക്കുമ്പോ എന്താവും? കയ്യിലുള്ള അഴുക്കൊക്കെ നമ്മുടെ വയറ്റിൽ പോകും, അസുഖം വരും അല്ലേ? ഓക്കെ,
നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് കൈകൾ വാഷ് ചെയ്യണം അല്ലേ? അപ്പൊ എപ്പോഴും നീറ്റ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ ബ്രഷ് ഓർ ടീത്ത് അല്ലേ, ട്വൈസ് ഇൻ എ ഡേ അല്ലേ, ഒരു ദിവസം 2 തവണയെങ്കിലും നമ്മള് ബ്രഷ് ചെയ്യണം അല്ലേ, രാവിലെയും രാത്രിയിലും. രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പേയും, രാത്രിയിലോ ബ്രേക്ക്ഫാസ്റ്റ് ആ ടേബിളിന് മുകളിലുണ്ട്, ആ ടേബിളിന് മുകളിലുണ്ട് താഴെ. ഇനി ജിഷാമിസ് എടുത്തിട്ടുണ്ടോ? ഓക്കെ, അപ്പോ നമ്മള് എന്ത് ചെയ്യണം? എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി നമ്മള് എന്ത് ചെയ്യണം? ബ്രഷ് ഓർ ടീത്ത് ട്വൈസ് എ ഡേ അല്ലേ, രാവിലെ ആഹാരം കഴിക്കുന്നതിന് മുമ്പേയും രാത്രി ആഹാരം കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പേയും നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ബ്രഷ് ചെയ്യണം അല്ലേ? എല്ലാവരും 2 നേരം ബ്രഷ് ചെയ്യാറുണ്ടോ? എല്ലാവരും ചെയ്യാറുണ്ടോ? കൈ ഉയർത്തി എത്ര പേര് ട്വൈസ് ഇൻ എ ഡേ ബ്രഷ് ചെയ്യാറുണ്ടെന്ന് നോക്കട്ടെ. റൈസ് യുവർ ഹാൻഡ്. ഓക്കെ ഓക്കെ, 2 നേരം ബ്രഷ് ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യണം? ഇന്ന് മുതല് 2 നേരവും ബ്രഷ് ചെയ്യണം അല്ലേ? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? 1 നേരം പോലും ബ്രഷ് ചെയ്യാത്തവരുണ്ടോ? രാവിലെ ബ്രഷ് ചെയ്യാത്ത എത്ര പേരുണ്ട്? കുറെ പേരുണ്ടെന്നാ തോന്നുന്നത് അല്ലേ? ഉമർ രാവിലെ ബ്രഷ് ചെയ്യാറുണ്ടോ? ഉമർ ഉമർ ഓക്കെ ഉണ്ടല്ലേ. അപ്പോ രാവിലെയും രാത്രിയും നമ്മള് നന്നായിട്ട് ബ്രഷ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ വായിലുള്ള ജംസ് ഒക്കെ എന്താവുള്ളൂ? നശിച്ചു പോവുള്ളൂ അല്ലേ? അപ്പോ നമ്മള് നന്നായിട്ട് ബ്രഷ് ചെയ്യണം മോർണിംഗ് ആൻഡ് നൈറ്റ് അല്ലേ? രാവിലെ ആഹാരം കഴിക്കുന്നതിന് മുമ്പേയും രാത്രിയില് ആഹാരം കഴിച്ചതിന് ശേഷവും നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്യണം അല്ലേ? Then wash our hands അല്ലേ? നന്നായിട്ട് കൈകള് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ വളരെ നന്നായിട്ട് കഴുകണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് കൈകൾ വാഷ് ചെയ്യണം. ഓക്കെ, വാഷ് our hands after and before and after eating അല്ലേ? Before and after eating we must wash our hands അല്ലേ? ആഹാരം കഴിക്കുന്നതിന് മുമ്പേയും ശേഷവും നമ്മൾ നന്നായിട്ട് കൈകൾ വാഷ് ചെയ്യണം. ഓക്കെ, then bath every day അല്ലേ? ഇന്ന് ക്ലാസ്സിൽ ഇരിക്കുമ്പോ കുളിക്കാതിരിക്കുന്ന എത്ര പേരുണ്ട് നോക്കട്ടെ. എല്ലാവരും കുളിച്ചിട്ടാണോ ഇരിക്കുന്നതെന്ന്? നുണയാണ് പറയണത്, കുളിക്കാത്ത കുറെ പേരുണ്ട് അല്ലേ? അപ്പൊ ആരും കുളിക്കാതിരിക്കാൻ പാടില്ല അല്ലേ? ബാത്ത് എവ്രി ഡേ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ദിവസവും കുളിക്കണം അല്ലേ? 1 തവണയായാലും 2 തവണയായാലും അല്ലേ? 2 തവണ കുളിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ? നല്ല മടിയാണെങ്കിൽ 1 തവണ കുളിക്ക, മടിയൊന്നും ഇല്ലെങ്കിൽ 2 തവണ കുളിക്ക അല്ലേ? ഓക്കെ, ഇപ്പൊ നല്ല മഴയായതുകൊണ്ട് എല്ലാവർക്കും മടി ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോ ബാത്ത് എവ്രി ഡേ അല്ലേ? അറ്റ്ലീസ്റ്റ് വൺസ് അല്ലേ? ഒരിക്കലെങ്കിലും ഒരു ദിവസം കുളിക്കുക. 2 തവണയും കുളിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ? നമ്മള് ഇപ്പൊ നമുക്ക് സ്കൂൾ ഇല്ലാത്തത് കൊണ്ടല്ലേ അല്ലേ? സ്കൂള് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ കുളിച്ച് നന്നായിട്ട് കുളിച്ചിട്ടൊക്കെ വേണം സ്കൂളിൽ വരാനല്ലേ? സ്കൂളിൽ നിന്ന് പോയ ഉടനെ വീണ്ടും കുളിക്കണം അല്ലേ? ഇപ്പൊ ചിലപ്പോ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് 1 നേരം കുളിക്കുന്നവരായിരിക്കും അല്ലേ എല്ലാവരും? ആണോ? 2 തവണ കുളിക്കാറുണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും 2 തവണ നന്നായിട്ട് കുളിക്കണം. ഓക്കെ, then trim our nails അല്ലേ? നമ്മുടെ nails എന്ത് ചെയ്യണം? നന്നായിട്ട് ട്രിം ചെയ്യണം അല്ലേ? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നഖം മുറിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? ഷഹൽ നഖം മുറിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക മോനെ? വയറുവേദന എടുക്കും അല്ലേ? എങ്ങനെയാ വയറുവേദന എടുക്ക? ഭക്ഷണം കഴിക്കുമ്പോ വയറുവേദന എടുക്കും അല്ലേ? നഖം മുറിച്ചില്ലെങ്കിൽ അല്ലേ? എന്തുകൊണ്ടാണ് നഖം മുറിച്ചില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോ വയറുവേദന എടുക്കുന്നത്?
നഖത്തിന്റെ അകത്തുള്ള ചളിയൊക്കെ എന്ത് പറ്റും? നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ വയറിന്റെ അകത്തേക്ക് പോവല്ലേ? അപ്പൊ എന്തുണ്ടാവും? അപ്പൊ വയറുവേദന വരും അല്ലേ? ഓക്കെ. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യണം? നഖമൊക്കെ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി ട്രിം ചെയ്ത് നന്നായിട്ട് സൂക്ഷിക്കണം അല്ലേ? ഇല്ലെങ്കിൽ എന്താകും? നമ്മള് മണ്ണിലും പൊടിയിലും ഒക്കെ കളിക്കുമ്പോ അവിടെയുള്ള അണുക്കളൊക്കെ നമ്മുടെ നഖത്തിന്റെ ഇടയില് കയറിയിരിക്കും അല്ലേ? എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ അത് മെല്ലെ നഖത്തിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഭക്ഷണത്തിന്റെ കൂടെ നമ്മുടെ വയറ്റിലോട്ട് പോകും. അപ്പൊ എന്താവും? നമുക്ക് വയറുവേദന എടുക്കും അല്ലേ? അപ്പൊ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും, മരുന്ന് കഴിക്കേണ്ടി വരും, ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഭയങ്കര റിസ്ക് ആണല്ലേ? അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് നഖമൊക്കെ വെട്ടി വൃത്തിയാക്കണം അല്ലേ? എന്നാൽ മാത്രമേ നമ്മള് നല്ല വൃത്തിയായിട്ടിരിക്കൂ. നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ എപ്പോഴും നഖം വെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവണം. ഓക്കെ. അപ്പോ നമ്മള് ക്ലീൻ ആയിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം? ആദ്യം വി മസ്റ്റ് ബ്രഷ് അവർ ടീത്ത് അല്ലേ? നന്നായിട്ട് ബ്രഷ് ചെയ്യണം. ട്വൈസ് ഇൻ എ ഡേ അല്ലേ? ട്വൈസ് ഇൻ എ ഡേ, 2 തവണയെങ്കിലും നന്നായിട്ട് ബ്രഷ് ചെയ്യണം. ഓക്കെ. പിന്നെ എന്ത് ചെയ്യണം? വാഷ് അവർ ഹാൻഡ്സ് അല്ലേ? നന്നായിട്ട് കൈകള് വാഷ് ചെയ്യണം. ഓക്കെ. അൻവിത ടെക്സ്റ്റ് ബുക്ക് താഴെ വെച്ച മോളെ. ഓക്കെ. അപ്പോ നന്നായിട്ട് ബ്രഷ് ചെയ്യണം, നന്നായിട്ട് കൈകൾ വാഷ് ചെയ്യണം. ഹൈജോ, where are you going? I can't see you, ഹൈജോ. എവിടെ പോയി ഹൈജോ? Okay, then wash our hands. Bath every day അല്ലേ? എവിടെ പോയത് ഹൈജോ? ഇടയിൽ എവിടെയാ മുങ്ങിയത്? Okay, അപ്പോ brush our teeth, wash our hands, bath every day അല്ലേ? എല്ലാ ദിവസവും ബാത്ത് ചെയ്യണം. Trim our nails അല്ലേ? Comb our hair, മുടി എന്ത് ചെയ്യണം? നന്നായിട്ട് ചീകി വൃത്തിയാക്കി വെക്കണം അല്ലേ? Okay, comb our hair അല്ലേ? ഹെയർ ഒക്കെ നന്നായിട്ട് കോംബ് ചെയ്യണം അല്ലേ? നന്നായിട്ട് ആദിശ്രീ ഒക്കെ ചെയ്ത് നോക്ക്. നന്നായിട്ട് ഹെയർ എല്ലാം കോംബ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? എല്ലാവരും, ആദിശ്രീ മാത്രല്ല എല്ലാവരും ചെയ്തിട്ടുണ്ട് നന്നായിട്ടല്ലേ? നമ്മുടെ ഇഷാനിയൊക്കെ നല്ലൊരു കൊമ്പ് കെട്ടിയിട്ടുണ്ടല്ലേ ഇഷാനി? ഇഷാനിയുടെ കൊമ്പ് കാണുന്നുണ്ടോ എല്ലാവരും? കണ്ടോ? ഇഷാനി നന്നായിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട് അല്ലേ? ഇഷാനിയും എല്ലാവരും, ഫാത്തിമ, ജാബർ കെട്ടിയിട്ടുണ്ട്, നിറ്റാഷ എല്ലാവരും ഉണ്ടല്ലേ? അൻവിത എല്ലാരും നന്നായിട്ട് ഹെയർ കോംബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാത്തിമ എന്താണ് മോളെ അവിടെ? ഫാത്തിമ ജാബിർ എന്താണ്? ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് നല്ല നീറ്റ് ആയിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ബ്രഷ് അവർ ടീത്ത്, വാഷ് അവർ ഹാൻഡ്സ്, bath every day, trim our nails and comb our hair അല്ലേ? മുടി നന്നായിട്ട് കോംബ് ചെയ്ത് വെക്കണം അല്ലേ? നന്നായിട്ട് നമ്മുടെ ഗേൾസും ബോയ്സും എല്ലാവരും അല്ലേ? മുഹമ്മദ് ഷഹൽ, ഇനി എങ്ങനെയാ മുടി കോംബ് ചെയ്യാ? മുടിയില്ലല്ലോ ഷഹൽ. മുടിയില്ലാത്തത് കൊണ്ട് ഷഹലിന് കോംബ് ചെയ്യണ്ട അല്ലേ? ഒരു ജോലി കുറഞ്ഞൂല്ലേ രാവിലെ? ഓക്കെ. അപ്പോ നന്നായിട്ട് മുടി കോംബ് ചെയ്ത് വെക്കാം അല്ലേ? ഹൈജോ, ഹൈജോയും മുട്ടയാണല്ലേ ഹൈജോ? ഓക്കെ, ലിസൺ. ഓക്കെ. അപ്പോ നന്നായിട്ട് മുടിയൊക്കെ കോംബ് ചെയ്ത് വെക്കുക. ഓക്കെ. വെയർ ക്ലീൻ ക്ലോത്ത്സ് അല്ലേ? വെയർ ക്ലീൻ ക്ലോത്ത്സ്. എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് ഇടണം അല്ലേ? നല്ല നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് വേണം നമ്മള് ധരിക്കാൻ വേണ്ടി അല്ലേ? ചെളി പിടിച്ചതും മോശമായതൊന്നും ഇടാൻ പാടില്ല അല്ലേ? അതായത് നല്ല ഡ്രസ്സ് എന്ന് വെച്ചാ നന്നായിട്ട് അലക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഡ്രസ്സ് അല്ലേ? ഓക്കെ. ഓക്കെ. ബ്രഷ് അവർ
teeth, wash our hands, bath every day, trim our nails, comb our hair, wear clean clothes അല്ലേ? Okay. ഫാത്തിമ മോളെ listen. ഫാത്തിമ listen. Don't cry. Okay. ഫാത്തിമ നല്ല മോളാണല്ലോ ഫാത്തിമ. പിന്നെന്ത് പറ്റി? ഇങ്ങോട്ട് നോക്ക് ഫാത്തിമ. ഫാത്തിമ നല്ല മോളാണെന്നാണ് മിസ് കേട്ടത്. പിന്നെ കരയാണോ ഫാത്തിമ? ഓക്കെ ലിസൺ. ഫാത്തിമക്ക് നമ്മുടെ എന്താണ് കിഡ്സ് കിച്ചണിന്റെ അതില് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയില്ലേ? സൈക്കിള്. ഫാത്തിമ സൈക്കിൾ ഓടിക്കാറുണ്ടോ മോളെ? ഫാത്തിമ എന്താണ് മോളെ? ലിസൺ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ക്ലീൻ ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? ആരാ പറയാ ഇപ്പോ? ഏഡൻ ജെ മാത്യു അൺമ്യൂട്ട് ചെയ്ത മോനെ. ഓക്കെ. നമ്മള് എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യേണ്ടത് ഏഡൻ? പറഞ്ഞേ മോനെ, വേഗം പറയൂ ഏഡൻ. നമ്മുടെ ടൈം കഴിയാൻ പോകുന്നു. പിന്നെ ബാത്ത് ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ വെരി ഗുഡ്. അപ്പൊ നമ്മള് എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലേ? എന്തൊക്കെയാണ്? ബ്രഷ് അവർ ടീത്ത് അല്ലേ? നന്നായിട്ട് ബ്രഷ് ചെയ്യണം. വാഷ് അവർ ഹാൻഡ്സ് അല്ലേ? കൈകൾ നന്നായിട്ട് വാഷ് ചെയ്യണം. ആൻഡ് ബാത്ത് എവ്രി ഡേ അല്ലേ? എല്ലാ ദിവസവും കുളിക്കണം അല്ലേ? ദെൻ ട്രിം അവർ നൈഫ്, നഖം നന്നായിട്ട് വെട്ടി വൃത്തിയാക്കണം. കോംബ് അവർ ഹെയർ. ഓക്കെ, ഹെയർ ഒക്കെ കോംബ് ചെയ്ത്. ഏഡൻ തോമസ്, വാട്ട് ആർ യു ഡൂയിങ് there? ഏഡൻ, are you playing? Listen. Okay, listen here. Okay, don't play. Okay. അപ്പോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏഡൻ? നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യേണ്ടത് ഏഡൻ? പെട്ടെന്ന് പറഞ്ഞ ഏഡൻ. ഓക്കെ 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 ഓക്കെ. Comb our hair. Wear clean clothes അല്ലേ? ഓക്കെ വെരി ഗുഡ്. ഇവിടെ ശ്രദ്ധിക്കണം, കളിക്കരുത് കേട്ടോ കേട്ടോ ഏഡൻ. ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലേ? ഫാത്തിമ എന്താണ് മോളെ? ഫാത്തിമ സിദ്ദീഖ് അൺമ്യൂട്ട് ചെയ്ത മോളെ. എന്താണ് മോളെ? പറഞ്ഞല്ലേ? എന്നാലും ഒന്നുകൂടെ പറഞ്ഞ എന്തൊക്കെയാ നമ്മൾ ചെയ്യേണ്ടത് ക്ലീൻ ആയിരിക്കാൻ വേണ്ടി? ഓക്കെ ഓക്കെ ഓക്കെ. വെയർ ക്ലീൻ ക്ലോത്ത് അല്ലേ? വെരി ഗുഡ്. നന്നായിട്ട് പറഞ്ഞു കേട്ടോ ഫാത്തിമ. ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാവരും എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കാൻ വേണ്ടി, നീറ്റ് ആയിരിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ? ബ്രഷ് അവർ ടീത്ത്, വാഷ് അവർ ഹാൻഡ്സ്, ബാത്ത് എവ്രി ഡേ, ട്രിം അവർ നെയിൽസ്, കോംബ് അവർ ഹെയർ, വെയർ ക്ലീൻ ക്ലോത്ത്സ്. ഓക്കെ. അപ്പൊ ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കണം അല്ലേ? എന്തൊക്കെ പഠിക്കണം? അബൌട്ട് മീ അല്ലേ? സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ നന്നായിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. വാഷ് അവർ ദെൻ ബോഡി പാർട്സ് നന്നായിട്ട് പഠിക്കണം അല്ലേ? നമ്മുടെ ബോഡി പാർട്സ്. പിന്നെ എന്താണ്? കീപ്പിംഗ് ക്ലീൻ അല്ലേ? ഇതൊക്കെ ഇത് മൂന്നും എല്ലാവരും വായിച്ചു നോക്കണം, നന്നായിട്ട് പറഞ്ഞു നോക്കണം. ഓക്കെ.
ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് കഴിയാൻ പോവാണ്. 2 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഉച്ചശേഷം ഉണ്ടല്ലേ നമുക്ക് ക്ലാസ്. അപ്പോഴേക്കും എല്ലാവരും നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. നന്നായി വായിച്ചിട്ട് വേണം വരാൻ. ഫാത്തിമ ജാബിർ നല്ല കുട്ടിയായിട്ട് അടുത്ത ക്ലാസ്സിൽ കയറണം കേട്ടോ മോളെ. കേട്ടോ, കരയാൻ പാടില്ല. ഓക്കെ ഓക്കെ ഫാത്തിമ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ. ഓക്കെ, ബൈ ബൈ.